ഭൂമിയുടെ സെന്ററിൽ എന്താ ഉള്ളത് എന്നുള്ളതിന്റെ കുറെ വൈൽഡ് തിയറീസ് എല്ലാ കാലത്തും എക്സിസ്റ്റ് ചെയ്തിരുന്നു. പണ്ട് പറഞ്ഞിരുന്നു ഭൂമിയുടെ സെന്ററിൽ ഒരു ഫയറും അതിന്റെ ചുറ്റും കുറെ ലേക്സും ലാവയും ഒക്കെ ഉള്ള എന്തോ ഒരു സംഭവമാണെന്ന്. പിന്നെ ആൾക്കാർ പറയാൻ തുടങ്ങി എർത്തിന്റെ സെന്റർ ഹോളോ ആണെന്നും അതിന്റെ ചുറ്റിലും കുറെ ഷെല്ലായിട്ടുള്ള സംഭവങ്ങളും ഉണ്ട് എന്നാണ്. ന്യൂട്ടൺ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെന്ററിൽ എന്താണോ ഉള്ളത് അതിന്റെ ഡെൻസിറ്റി ഭയങ്കര കൂടുതലാണ് കമ്പയർ ടു ദ ഔട്ടർ ലെയർ എന്നാണ്. ഇതൊക്കെ 20th സെഞ്ചുറിയിലാണ് ഇതിനൊരു കൺക്ലൂഷൻ എത്തുന്നത്. 20th സെഞ്ചുറിയിൽ നമ്മൾ കണ്ടുപിടിച്ചു നമുക്കൊരു ക്രസ്റ്റും അതിന്റെ മുകളിൽ കുറെ ലെയേഴ്സും ഉണ്ട്, അങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നതൊക്കെയാണ്. ആൻഡ് ഈ ഗ്രൗണ്ട് ബ്രേക്കിംഗ് കണ്ടുപിടുത്തത്തിന്റെ ബേസിക്സ് എന്താണെന്ന് അറിയോ? പൺ ഇന്റൻഡഡ്, എർത്ത് ഒരു എർത്ത് ക്വേക്ക് ഉണ്ടാവുന്ന അനുസരിച്ചിട്ട് ഇതിന്റെ ഈ സീസ്മിക് ആക്ടിവിറ്റി ഭൂമിയുടെ ക്രസ്റ്റിലോട്ട് മാത്രമല്ല ഇത് താഴോട്ടും വരുന്നുണ്ട്. അതായത് നമ്മൾ ഒരു എർത്ത് ക്വേക്കിനെ സ്റ്റാറ്റിക് ആയി എടുത്തിട്ട് ഭൂമിയുടെ ബാക്കി സ്ഥലങ്ങളിൽ നിന്ന് ഈ സീസ്മിക് വേവിന്റെ റെക്കോർഡിങ്സ് എടുക്കാന്ന് വിചാരിക്കും. റോക്കിൽ ഓരോ വേവ് തട്ടുന്ന അനുസരിച്ചിട്ട് ഈ റോക്കിന്റെ ഡെൻസിറ്റി അനുസരിച്ച് ഈ വേവിന്റെ സ്വഭാവം ഒരു മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഈ ഭൂമിയുടെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഈ ഡെൻസിറ്റി മാറി 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 വന്നുകൊണ്ടിരിക്കുന്ന വേവ്സിന്റെ സ്വഭാവങ്ങളും മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് പറയാം? താങ്ക്സ് ടു എർത്ത് ക്വേക്ക് നമുക്ക് ഇപ്പൊ അറിയാം നമുക്കൊരു എർത്തിന് ഒരു കോറും ക്രസ്റ്റും മാൻഡിലൊക്കെ ഉണ്ട് എന്നുള്ളത്. ആൻഡ് ഈ ക്രസ്റ്റിനെ നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളത് നമ്മളിപ്പോ ഒരു പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോ വാച്ച് ദാറ്റ്. ആൻഡ് ഇൻ ദി അതർ സൈഡ്, ദിസ് ഇസ് ദേവിക സൈനിങ് ഓഫ്.